In the last session, we discussed about the topic advantages of personal selling. In today's session, we are going to discuss essential elements of personal selling. Personal selling is a creative work of art and profession. It demands a command over certain requisites, making personal selling thrilling and successful. In order to perform the task of personal selling more effective, it must have the following requisites or essentials. പേഴ്സണൽ സെല്ലിങ് എഫക്റ്റീവ് ആകുന്നതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇനി നമുക്ക് ഒരു പേഴ്സണൽ സെല്ലിങ്ങിന് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർട്ട് ആൻഡ് പ്രൊഫഷനാണ്, ക്രിയേറ്റീവ് വർക്കാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പേഴ്സണൽ സെല്ലിങ് നല്ല എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സെയിൽസ്മാൻ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ് കസ്റ്റമറുമായിട്ട് വരുന്നത്. അപ്പം അതിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ, സെൽഫ് നോളജ്. സെക്കൻഡ് വൺ, knowledge of selling process. Third one, knowledge of the company. Fourth one, product knowledge. Fifth one, knowledge of customers. Sixth one is knowledge of competitors. Seventh one, persuasion. Eighth one, flexibility. പേഴ്സണൽ സെല്ലിങ്ങിന് വേണ്ടുന്ന എസെൻഷ്യൽ എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 8 പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. Let us discuss each point in detail. First one is the self-knowledge. It is the most important element that the salesperson must have. The salesperson should be clear about their strengths and weaknesses. They should make the best use of their strength to win the confidence of the customers. Personal selling-ൽ ഒരു സെയിൽസ്മാന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റാണ് സെൽഫ് നോളജ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യിക്കാൻ എളുപ്പമായിരിക്കും. താൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കോൺഫിഡൻ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നിടത്ത് സെയിൽസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് എലമെൻറ്റ് ഈസ് നോളജ് ഓഫ് സെല്ലിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് the sales personnel should have clear and in-depth knowledge about the selling process. He should be capable of introducing the product, making the customers to think about buying the product, inducing them to buy the product and completing the process of buying. Next important element ആണ് knowledge of selling process. ഒരു സെയിൽസ് പേഴ്സണിനുണ്ടാവേണ്ട അടുത്തൊരു ക്വാളിറ്റി ആണ് പേഴ്സണൽ സെല്ലിങ്ങിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് നോളജ് ഓഫ് സെല്ലിംഗ് പ്രോസസ്സ്. സെല്ലിംഗ് പ്രോസസ്സിനകത്ത് ഫസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം തന്നെ കസ്റ്റമേഴ്സ് തിങ്ക് ചെയ്യണം, ഇത് ഞാൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആ തിങ്കിങ് പ്രോസസ്സ് കസ്റ്റമറിലേക്ക് ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷം ആ കസ്റ്റമറിൻ്റെ സമീപനങ്ങൾ ശരിയായ രീതിയിലൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കസ്റ്റമർ ഇത് വാങ്ങിക്കുമെന്നുള്ളത്. എന്നിട്ട് അതിനാണ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതാണ് മൂന്നാമത് നടക്കുന്ന സെല്ലിംഗ് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു കസ്റ്റമറെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് കംപ്ലീറ്റിംഗ് ദ പ്രോസസ്സ് ഓഫ് ബൈയിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രോസസ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഒരു സെയിൽസ് പേഴ്സണലിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് എലമെൻ്റായിട്ട് പേഴ്സണൽ സെല്ലിങ്ങിൽ വരുന്ന സെക്കൻഡ് എലമെൻ്റായിട്ട് പറയുന്നത്. നമുക്കിനി നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് പോകാം. Knowledge of the company. In order to build up stronger, lasting and high degree of success, a salesman should know well about the company. Such knowledge equips
him to represent the company in a better way. ഇനി മൂന്നാമത്തെ ഒരു എലമെൻ്റാണ് പേഴ്സണൽ സെല്ലിങ്ങിന് വേണ്ടുന്ന മൂന്നാമത്തെ ഒരു എലമെൻ്റാണ് കമ്പനിയെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കുക എന്നുള്ളത്. ഒരു പ്രോഡക്റ്റ് നമ്മളൊരു കസ്റ്റമറിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും ആ കമ്പനിയെക്കുറിച്ച് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. കമ്പനിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സക്സസ്. ഫോർത്ത് പോയിൻ്റ് ഈസ് പ്രോഡക്റ്റ് നോളജ്. Knowledge of product is inevitable element for personal selling. The salesperson should have clear knowledge of the company's product range and uses of these product. Personal selling-ൽ വേണ്ടുന്ന എസെൻഷ്യൽ എലമെൻ്റാണ് പ്രോഡക്റ്റ് നോളജ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് പേഴ്സണിൽ ഒരു കസ്റ്റമറിനെ എടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സെയിൽസ് പേഴ്സണിന് തീർച്ചയായും പ്രോഡക്റ്റ് റേഞ്ചിനെ കുറിച്ചും ആ പ്രോഡക്റ്റിൻ്റെ യൂസസിനെ കുറിച്ചും എല്ലാം കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. സോ ഇൻ ടുഡേ സെഷൻ വി ഡിസ്കസ്ഡ് 4 points of essential elements of personal selling, that is self-knowledge, knowledge of selling process, knowledge of the company, product knowledge. Next class we will discuss the remaining points, that is knowledge of customers, knowledge of competitors, persuasion and flexibility.